സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും JP ടോക്സിലേക്ക് സ്വാഗതം. സംസ്ഥാന BJP അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം മുണ്ടുകുത്താനും മുണ്ടൽ കുത്തിവയ്ക്കാനും അറിയാവുന്ന മുണ്ടൽകുത്തി ശേഖരൻ തന്റെ വിവേകമില്ലാത്ത നിർലജ്ജമായ കളികൾ ദിനംപ്രതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സെൽഫ് ഗോൾ അടിയിൽ റെക്കോർഡുകൾ ഭേദിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നിസ്സംശയം പറയാം. ഇപ്പോൾ ഏറ്റവും പുതുതായുള്ള അദ്ദേഹത്തിന്റെ 2 പുതിയ സെൽഫ് ഗോളുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങ് വേദിയിൽ ആളുകൾ വരുന്നതിന് മണിക്കൂറുകൾ മുമ്പ് ഒറ്റയ്ക്ക് കയറിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് വളരെയേറെ പ്രശസ്തനായ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതിനുശേഷം വളരെയേറെ ആളുകൾ ഈ കോമാളിക്കളിയെ പരിഹസിച്ചിട്ടും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവുമില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി 2 പുതിയ വിഡ്ഢിത്തരങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് അദ്ദേഹത്തിന്റെ ഈ നാണംകെട്ട പ്രവൃത്തിയെ പരിഹസിച്ച മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ ലക്ഷ്യമാക്കി പറഞ്ഞ കാര്യമാണ്. ഏത് മരുമകനും BJPയിലേക്ക് സ്വാഗതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു വിശ്വവിഖ്യാതനായ മരുമകനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. BPL ഗ്രൂപ്പിന്റെ സ്ഥാപകനായ TGP നമ്പ്യാരുടെ മകൾ അഞ്ജുവിനെയാണ് ഇദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെലിവിഷൻ ബ്രാൻഡുകളിൽ ഒന്നായ BPL തകർന്നടിഞ്ഞ് ഇല്ലാതാവുന്നതാണ് പിന്നീട് കണ്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് TPG നമ്പ്യാർ ഈ കമ്പനിയിൽ നടത്തിയ മിസ്മാനേജ്മെന്റുകൾക്കെതിരെ രാജീവ് ചന്ദ്രശേഖറിനെതിരായി കമ്പനി ലോ ബോർഡിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. അങ്ങനെ അവസാനം ആ കമ്പനിയെ മൊത്തമായി വിഴുങ്ങി ഇല്ലാതാക്കുകയാണ് BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ചെയ്തത്. ആ മരുമകനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമോനെ കളിയാക്കാൻ എന്ന രീതിയിൽ ഏത് മരുമകനും BJPയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞത്. ഇവിടെ അയാൾ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? എത്ര വേണമെങ്കിലും എന്നെ ട്രോൾ ചെയ്തോട്ടെ, പക്ഷേ BJPയുടെ വികസിത കേരളം ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞു. അതിൽ കയറേണ്ടവർക്ക് കയറാം, അത് മരുമകൻ ആണെങ്കിലും ശരി. ഞങ്ങൾ ആ ലക്ഷ്യത്തിലെത്തിയിട്ടേ ഇനി നിൽക്കൂ എന്ന്. വികസിത ഭാരതം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി എല്ലാം പൂർത്തിയായ ശേഷം കേരളത്തെ വികസിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ചന്ദ്രശേഖരൻ. ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് മന്ദഭക്തർക്ക് അറിയില്ലെങ്കിലും ഇന്ത്യയിലെ വിവേകമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഇവരുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ വളരെ നാളുകളായി ഭരിക്കുന്ന അജയഭിഷ്ട മുഖ്യമന്ത്രി ആയിട്ടുള്ള രാമരാജ്യം ഊപ്പിയാണ്. ഇന്ത്യയിലെ വളരെ മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്ന ഹരിയാനയെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ അധികമായുള്ള ഇവരുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള, ഏറ്റവും കൂടുതൽ കാർഷിക പ്രതിസന്ധി നേരിടുന്ന, വികസനം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ്. മോദി വളരെയേറെ കാലം മുഖ്യമന്ത്രിയായിരുന്ന മോദിയും ഷായും വരുന്ന ഗുജറാത്തിന്റെ അവസ്ഥയും മറ്റൊന്നല്ല. വലിയ സിറ്റികളിൽ കുറെ റോഡുകളും കെട്ടിടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിനു പുറത്തേക്കുള്ള സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും മറ്റ് വികസിത രാജ്യങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ അനധികൃതമായി കുടിയേറുന്നത് ഗുജറാത്തിൽ നിന്നുള്ളവർ ആകാനുള്ള കാരണം. അതിൽ 2ാം സ്ഥാനം ഹരിയാനയ്ക്കും 3ാം സ്ഥാനം ഊപ്പിക്കുമാണ്. അതുപോലെ തന്നെ ഇവർ വികസിപ്പിച്ച് അങ്ങേയറ്റമാക്കിയത് കൊണ്ടാണ് ഊപ്പിയിൽ നിന്നുള്ളവർ കൊടിയ യുദ്ധം നടക്കുന്ന ഇസ്രായേലിൽ കൂലിപ്പണിക്കായി വരെ പോകാൻ തയ്യാറാകുന്നത്. ഇനി 2ാമത്തെ കാര്യം അതിലും രസകരമായ ഒന്നാണ്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJP സർക്കാരിനെ പ്രതിക്കൂട്ടിൽ ആക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചതാണ് ഇത്. അനധികൃത പാകിസ്ഥാനി ബംഗ്ലാദേശി കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. വികസിത കേരളത്തിനായി ഒരു സുരക്ഷിത കേരളം വേണം. സുരക്ഷിത കേരളത്തിലെ നിക്ഷേപങ്ങളും അവസരങ്ങളും വരികയുള്ളൂ. പാവപ്പെട്ട മലയാളികളുടെ ക്ഷേമവും അവസരങ്ങളും കവരുകയാണ് ഇത്തരം കുടിയേറ്റക്കാർ. അനധികൃത പാകിസ്ഥാനി ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ ഉടനെ തന്നെ നടപടിയെടുക്കണം. 3.5 കോടി മലയാളികളുടെ സുരക്ഷ പണയം വെക്കരുത്. നമ്മുടെ സൈനികരുടെ ത്യാഗം പ്രീണന രാഷ്ട്രീയത്തിന് മുൻപിൽ അടിയറ വയ്ക്കരുത്. അടിപൊളി എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അനധികൃത കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. ആഭ്യന്തരം കൈയാളുന്ന അമിത്ഷായ്ക്കാണ് അതിർത്തി സുരക്ഷയുടെ ചാർജ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും അനധികൃതമായി പാകിസ്ഥാനികളോ
ബംഗ്ലാദേശികളോ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനുമാണ്. അമിത്ഷായെ കൊണ്ട് സ്വന്തം ജോലി ചെയ്യാൻ കഴിവില്ല, ഒന്നിനും കൊള്ളുകയില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ സെൽഫ് കോൾ വ്യക്തമാക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാർ കുടിയേറാതെ തടയേണ്ടത് ഇവരുടെ കടമയായിരുന്നു. അത് ചെയ്യാൻ സാധിക്കാതെ അവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയെങ്കിൽ അവരെ പുറത്താക്കാനെങ്കിലുമുള്ള കഴിവ് കാണിക്കണം അമിത്ഷായും നരേന്ദ്രമോദിയും BJPയും രാജീവ് ചന്ദ്രശേഖരനും. മലയാളികളുടെ സുരക്ഷ മാത്രമല്ല ഇവർ പണയം വെച്ചത്. 140 കോടി ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് ഇവരുടെ ഭരണത്തിന് കീഴിൽ അപകടത്തിൽ ആയിരിക്കുന്നത്. UPA സർക്കാരിന്റെ കീഴിലും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കീഴിലും ഇന്ത്യയിൽ നിന്ന് നാട് കടത്തപ്പെട്ട ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരുടെ കൃത്യമായ കണക്ക് കണ്ടുകൊള്ളൂ. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നുള്ള ഡേറ്റയാണ്, അല്ലാതെ ആരും സ്വന്തമായി സൃഷ്ടിച്ചതല്ല. ഇതിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? UPA സർക്കാരിന്റെ കീഴിൽ 2005 14,916 പേരെയും 2006 13,692 പേരെയും 2007 12,135 പേരെയും 2008 12,625 പേരെയും 2009 10,602 പേരെയും 2010 6,290 പേരെയും 2011 6,761 പേരെയും 2012 6,537 പേരെയും 2013 5,234 പേരെയുമാണ് നാട് കടത്തിയത്. ഈ 9 വർഷങ്ങളിൽ UPA സർക്കാർ മൊത്തം നാട് കടത്തിയ അനധികൃത ബംഗ്ലാദേശികളുടെ എണ്ണം 88,792 ആണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള NDA സർക്കാരിന്റെ കാലത്ത് നാട് കടത്തിയവരുടെ എണ്ണം ഇങ്ങനെയാണ്: 2014 989 പേർ, 2015 474 പേർ, 2016 308 പേർ, 2017 51 പേർ, 2018 445 പേർ, 2019 299 പേർ. അങ്ങനെ മൊത്തം വെറും 2,566 പേരെ മാത്രമാണ് നരേന്ദ്രമോദിയുടെ NDA സർക്കാർ നാട് കടത്തിയത്. ഇത് 2019 വരെ മാത്രമുള്ള കണക്കാണ്. അതിനുശേഷമുള്ള കണക്ക് ലഭിച്ചിട്ടില്ല. അതായത് ഇവർ നാട് കടത്തിയതിന്റെ 35 ഇരട്ടിയിലധികം ആളുകളെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കീഴിലുള്ള UPA സർക്കാർ അനധികൃതമായി കുടിയേറിയതിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സ്വന്തം കഴിവില്ലായ്മ തുറന്നു കാണിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വിഡ്ഢിത്തം, ഇതുപോലെയുള്ള സെൽഫ് ഗോൾ മുണ്ടേൽ കുത്തിവയ്ക്കുന്ന ശേഖരൻ ഒരു മടിയുമില്ലാതെ പറയുന്നത്. ഇങ്ങനെ തുടർച്ചയായി ഇതുപോലെ വിഡ്ഢിത്തരങ്ങൾ പറയാൻ ഇയാൾക്ക് മടിയില്ലാത്തതിന് കാരണം എന്താണ്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. വിവേകമുള്ള ആളുകൾക്ക് ഇത് സെൽഫ് ഗോൾ ആണ്, വിഡ്ഢിത്തമാണ് എന്ന് മനസ്സിലാകുമ്പോൾ മന്ദഭക്തർക്ക് ഇത് മാസ്റ്റർ സ്ട്രോക്ക് ആണ്. ഏതായാലും കേരളത്തിലെ BJPയുടെ പുക കണ്ട് ഇയാൾ അടങ്ങൂ എന്നാണ് തോന്നുന്നത്. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.